ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുക്കിങ്ങും ഔട്ടിങ്ങും എല്ലാം കൂടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വരാം. സമയം ഇപ്പോൾ ഏകദേശം 11:30-12 ഇടയിലായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എണീറ്റ ടൈമാണ് ഇപ്പോൾ. രാവിലെ എണീറ്റ് വീണ്ടും ഒന്നും കൂടി കിടന്നതാണ്. കാരണം കിച്ചൂനൊന്ന് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ പിന്നെ ഓഫീസിലൊന്നും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ കിടന്നിട്ടാ. പിന്നെ എണീറ്റപ്പോത്തിന് ഇതാ 11:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ ചായ ഉണ്ടാക്കണം, നേരെ ചോറന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിങ്ങാണ്ട് ജസ്റ്റ് എല്ലാവരും സ്നാക്സ് എന്തോ ഒന്ന് കഴിച്ചിങ്ങാണ്ട് അങ്ങനെ ചോറ് പരിപാടിക്ക് നിന്നതാട്ടോ. പിന്നെ നമ്മൾ മധുഹൂത്താണ് ഉണ്ടാക്കാൻ പോണത്. സത്യത്തിൽ ഇതിന്റെ പേര് ചിക്കൻ മധുഹൂത്ത് തന്നെയാണെന്ന് തോന്നുന്നിട്ടാ. കാരണം ഞാൻ ഒരിക്കൽ മുന്നേ നമ്മളൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അങ്ങനെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു താലം പോലത്തെ പാത്രത്തിൽ തന്നെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ട്. അതിൻ്റെ ശേഷം ഇപ്പോൾ 2-3 തവണയായിട്ട് ഞാനിതവിടെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചൊരു ടേസ്റ്റ് വെച്ചിട്ട് നമുക്ക് മനസ്സിലൊക്കെ കൊണ്ട റെസിപ്പി വെച്ചിട്ട് അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി നോക്കി. പക്ഷെ സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ശബ്ദം കുറയ്ക്കേണ്ട, എന്നിട്ട് കുറച്ച് നീക്കാം. ആ ടിവിയുടെ തൊട്ട് 10 മിനിറ്റ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വെച്ചോളി. അപ്പൊ കുഴപ്പമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് കാക്കൂന് ഇഷ്ടമുള്ള വെച്ചോട്ടെ. നിങ്ങള് ടിവിയുടെ പേരിൽ ഇങ്ങനെ നല്ല ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ ടിവിയുടെ ഓഫ് ആക്കി വെക്കും. എന്നിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി പോയി കളിച്ചോളി. കുറച്ച് പോയി സൈക്കിൾ ഓടിച്ചോളി. സൈക്കിൾ ഓടിച്ചോളി കുറച്ചു നേരം. താഴെ ഹോളിൽ പോയി കളിച്ചോളി. ആദ്യം സോഫ ഇത് നേരാക്കി ഇട്ടിട്ട് ആ കുട്ടികളെ ആ സോഫമ്മക്ക് ഇരുത്തിക്കാം. ടിവിയുടെ മുന്നിൽ വന്നിട്ട് അമ്മക്ക് ഒന്ന് കണ്ണ് കേടൊരു കുട്ടികളെ. ചിക്കൻ മസാലയിലിട്ട് പടുതവരെ തല്ല് തീർക്കാൻ വേണ്ടി പോയതാണ് കേട്ടാ. രാവിലെ തന്നെ തല്ല് കേൾക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ടി വി വെച്ച് കൊടുക്കണം. അപ്പോൾ തല്ല് ടിവിയുടെ പേരിലായിരുന്നു മാത്രം. ഇതുപോലെ വെക്കേഷൻ ഒന്ന് കടന്ന് കിട്ടാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരുപാട് പാരൻസ് ഉണ്ടാവില്ലേ. ഇവരെ 4 പേരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ലഹളേട്ടാ. അപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും തല്ലിന് കുറവൊന്നുമില്ല. ഫിനൂട്ട വന്നതിന് ശേഷം അത് കുറച്ച് അധികമാണെന്ന് മാത്രം. അപ്പോൾ അത് ആ ചിക്കന് മസാല ആക്കി അതിൽ മസാലകൾ എന്താ വെച്ചാൽ വല്ലുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമ്മൾ സാധാരണ ബിരിയാണിക്ക് പോലെ പേസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് മസാലപ്പൊടികളൊക്കെ എന്താ പറയാ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി അതൊക്കെ ബിരിയാണിനെക്കായും കുറച്ചും കൂടി കുറച്ച് ഇച്ചിരി കൂടുതലാക്കിയിട്ട് ഇടണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അതിലേക്ക് ചിക്കൻ തോലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. നമ്മൾ സെന്റർ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അങ്ങനെയാണ് ഇത് നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് ചിക്കന് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ഇതിന്റെ ചിക്കൻ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പൊ ഇതിന്റെ മസാല നല്ലൊരു ടേസ്റ്റുള്ള മസാല എടുക്കണം. ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത്. ടിഷ്യൂ പേജ് പേപ്പറൊക്കെ തീർന്നാ മറ്റു പേപ്പറിൽ നിന്ന് ഞങ്ങൾ വാങ്ങുമ്പോൾ പുസ്തകം വാങ്ങിക്കാൻ എഴുതാൻ കേട്ടാ. എന്റെ കുട്ടി ടിഷ്യൂലൊക്കെയാണ് എഴുതി പഠിച്ചിരിക്കണത്. മാഷാ അല്ലാഹ് അടിപൊളിയായിരിക്കും കേട്ടോ. ഒരുപാട് ലെറ്റേഴ്സ് വെച്ചിട്ട് ചിത്രം ബബിലു കണ്ടാ ഓളെ ബുക്ക് തീർന്നപ്പോൾ ടിഷ്യൂലാണ് എഴുതി കൊടുക്കുന്നത്. ഇതെന്താ എഴുതിയത്? ആ നല്ല കുട്ടികളായിട്ട് എഴുതിയൊക്കെ അമ്മക്ക് ഇന്ന് പുറത്ത് പോകുമ്പോ ബുക്ക് വാങ്ങിച്ചു തരണ്ടേ, എഴുതാനുള്ള ബുക്ക്. എന്നാ അമ്മച്ചി മറ്റേ ഫോണില്ലേ, ആ ഫോണിൽ ടീച്ചറിന്റെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ വിട്ടിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ചെയ്യാനുള്ള. അങ്ങനെ അവർക്കൊരു പണിയും കൊടുത്തിട്ട് ഞാനിതാ വീണ്ടും കുക്കിങ്ങിക്ക് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ആ മസാലയിൽ കിടന്നിട്ട് കുക്കായി തുടങ്ങിയെന്ന് തോന്നുന്ന ടൈമിൽ നമ്മൾ വേറൊരു ഫ്രൈ പാനിൽ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ കുറച്ച് ഇട്ടിട്ടതിന് ശേഷം, കാരണം മസാലയിൽ കിടന്ന് വെന്ത ചിക്കൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു പേരിന് മതി ഇട്ടാ. ഒന്ന് കണ്ടതുപോലെ ഒന്ന് കളറായിട്ട് വരുന്ന ടൈമിൽ നമ്മൾ ആ മസാലയിൽ നിന്ന് എടുത്ത ചിക്കൻ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നല്ല രീതിയിൽ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വെന്തിട്ട് റെഡി ആയിട്ടുള്ള ചിക്കനാണ്. നല്ല രീതിയിൽ കണ്ടില്ലേ വെന്തിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്ന ചിക്കനാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തതിന് ശേഷം നേരെ ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്നും അങ്ങോട്ട് കളറായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ മസാലയിൽ നിന്ന് ചിക്കൻ എടുത്ത് ഫ്രൈ പാനിൽ കിടന്ന ടൈമിൽ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചോണ്ടിട്ട്, കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാല അവിടെ കിടന്നിട്ട് അത് വറ്റിപ്പോവും. അതിന് ശേഷം നമ്മൾ ഇത് ആ ഒരു മസാലയിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നമ്മളുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസുമതി അരിയാണ് കേട്ടോ. നമ്മളുടെ വലിയ അരി ഉണ്ടാവുമല്ലോ, ആ അരിയാണ് എടുത്തുള്ളത്. അപ്പോൾ വെള്ളം അത് കുറച്ച് ടൈം ഞാൻ മുന്നേ അരി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മസാല ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ വെള്ളത്തിൽ അരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അരി.
അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മസാലയിലിട്ട കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം നേരെ ഒരു പുളിക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആ തൈര് ആഡ് ചെയ്യുന്നത് കേട്ടോ. കാക്കോട് അടിച്ചു വരാൻ നിൽക്കണം, അതുകൊണ്ട് അവിടെ ഒന്ന് ഒരുക്കി കൊടുത്താണ്. നിങ്ങളതായി പരന്നെടുക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി പിന്നുട്ടാ പിന്നുവാ അടിച്ചു വരുമ്പോ കിടക്കുന്ന സാധനങ്ങളൊക്കെ അടിച്ചു വരി കൊണ്ടുപോയി കേട്ടാ. ഒരു വേണ്ട സാധനമാണെങ്കിൽ ഒരു എടുത്തോളൂ. ഒരു എടുത്തേക്കാത്ത സാധനമാണെങ്കിൽ പെൻസില് ഇത് ബേസറും ഒക്കെ അടിച്ചു വരി കൊണ്ടേക്കോ. റോസും കാര്യങ്ങളൊന്നും പൊറത്തേക്കാൻ നിൽക്കണ്ട. നിലത്ത് കിടക്കുന്ന സാധനമൊക്കെ അടിച്ചു വരി കൊണ്ടേക്കോ. ഏതാണെങ്കിലും വേണം അടിച്ചു കളിച്ചോ. കാപ്പ് അടിച്ചു വരി കൊണ്ടുപോകും. അത് അടിച്ചുവരൽ കഴിഞ്ഞിട്ട് ഒക്കെ ഒരു സൈഡിലേക്കാണ് കൂട്ടി വെച്ചോടുത്താളെ. അടിച്ചുവരടുത്ത് കൂടെ ചവിട്ടി നടക്കലും കുട്ടിയോടെ അടിക്കല്ലേ ഫിനുവാ. അടിച്ചു വരുമ്പോ പെറുക്കാൻ അയക്കണ്ട, ഒക്കെ ഒരു ഭാഗത്താണ് കൂട്ടി വെച്ചാളെ. എന്നിട്ട് ഓല് കയ്യിൽ വേണമെങ്കിൽ ഓരോ സാധനങ്ങൾ പെറുക്കിക്കൊണ്ടിരിക്കണം വരണതിന്റെ മുമ്പ്. ഏതോ മാഷ് പറഞ്ഞ നോക്കട്ടെ. ഇത് 3 ലെറ്റർ വേർഡ്സ് എന്താ ചെയ്യാ? ലെറ്റേഴ്സ് വായിച്ചിട്ട് വോയിസ് അയച്ചു കൊടുക്കാൻ. ഇത് ഓരോന്ന് വായിച്ചിട്ട് വോയിസ് അയക്കും. സിമ്പിളായിട്ട് വായിക്കാൻ പറ്റണം. ശ്രമിച്ചു നോക്കി. മൂന്നാളും പോയിരുന്നിട്ട് എന്നിട്ട് വോയിസ് അയച്ചു കൊടുക്കാൻ ടീച്ചർക്ക്. രണ്ടാമത്തെ അവിടെ ഇതെന്താ DAM എന്ന് പറയുമ്പോ എന്താ പറയാ? DAM അതന്നെയാണ് വായിച്ച ഡാം കറക്റ്റ്. അങ്ങനെ ഓരോ അക്ഷരം വെച്ച് വായിച്ചു നോക്ക്. DAM BAG പറയുമ്പോ BAG എന്താ വരിക? ഗ ആണ് വരിക. ജീന്റെ എന്താ വരിക? സൗണ്ട്സ് എന്താ വരിക? അപ്പൊ എന്താണ്? അപ്പൊ എന്താണ്? ഗുഡ്. അങ്ങനെ ഓരോ സൗണ്ട്സ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പൊ വേഗം കിട്ടും. ഓരോ സൗണ്ട്സ് നോക്കിയിട്ട് പഠിക്കും. എന്താ പ്രശ്നം? തെറ്റിപ്പോയി. എന്താ ഈ അനങ്ങിയ തെറ്റിപ്പോക്ക്? എന്താ പ്രശ്നം പറഞ്ഞോ? എന്താ പ്രശ്നം? ആ TV നിർത്തണം. TV എഴുതലും കാണലും കൂടി നടക്കൂല. പിന്നെ TV ഓഫ് ആക്കിക്കാ. എന്നിട്ട് ഒന്ന് പഠിച്ചാണ്. പക്ഷെ ആ കുറച്ച് ടൈമിൽ ഇത് പഠിക്കൂല. ആ ടൈമിൽ TV ആയിരുന്നു. അങ്ങനെ നോക്കേ, ഇത് എഴുതാനല്ല പറഞ്ഞു, എഴുതാനതിന്റെ കൂടെ വായിക്കാനും പറഞ്ഞിട്ടുണ്ട്. വായിച്ച് ടീച്ചർക്ക് വോയിസ് ഇട്ട് കൊടുക്കണം. ആദ്യം ഒരാൾ വായിക്കുക, ആദ്യം കൊണ്ട് എഴുതിയെടുത്തോ, എന്നിട്ട് അത് നോക്കിട്ട് നോക്കിട്ട് വായിക്കാം. എന്താ പിന്നെ ഈച്ചിനത്തിന്റെ എച്ചിന്റെ ഏത് എന്നിന്റെ HAT എന്ന് വരുമ്പോ എന്താ വരിക? HA എന്ന് പറയുമ്പോ ഹാറ്റ്. അങ്ങനെ അങ്ങനെ ശബ്ദം നോക്കി പഠിച്ച പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇജ്ജി ഇടക്കിടക്ക് ഇങ്ങനെ തെറ്റിരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇവരണ്ട് എഴുതി മുഴുവനാക്കൂലേ? കുറവാണ്. എന്റെ കുട്ടി നന്നായിട്ട് എഴുതിക്കും. അവള് പോയി എഴുതിക്കൂടി. ഓള് കണ്ട ടിഷ്യൂലൊക്കെ എത്രയും ടിഷ്യൂല് എന്റെ കുട്ടി എഴുതി പഠിച്ചിക്കണത്. അങ്ങനെ ആര് ചെയ്യും? നോട്ട്ബുക്കിന്റെ പേജ് കഴിഞ്ഞപ്പോ ടിഷ്യൂലൊക്കെ എന്റെ കുട്ടി എഴുതി പഠിച്ചില്ലേ? പൊന്ന അത്ര ആത്മാർത്ഥതയോടെ ചെയ്യണ കുട്ടി എന്റെ കുട്ടി. ഇപ്പോഴാണ് നമുക്ക് കാക്കുനെ തല്ല. ആ കാക്കുനെ ബുക്ക് മേടിച്ചു കൊടുക്കണ്ട. നല്ലൊരു ഐഡിയ. മുട്ടിയെ പോയി എഴുതിക്കോളി. ഒറ്റ അത് നോക്കണം. മുട്ടി ഏത് ഇവരെ ഡൗട്ട് തീർക്കലും തല്ല് തീർക്കലും ഒക്കെ പാടിൻ്റെ ഇടയിൽ ഞാൻ കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പോഴാണ് റൈസ് അടുപ്പത്തിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ ആറ്റനെ വേഗം കിച്ചുവിന്റെ അടുത്ത് കൊണ്ടാക്കിങ്ങാണ്ട് കിച്ചണിക്ക് തന്നെ പോയിട്ടാ. ഓൾക്ക് ടീച്ചർക്ക് വോയിസ് ഇടാളാട്ടെ. അതിന്റെ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ.
അങ്ങനെ ഇതാ നമ്മളുടെ ചിക്കൻ മധുഹൂത്തും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഇടങ്ങൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ബിരിയാണിനേക്കായും മദിനക്കായൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് നമ്മൾ നല്ല ബിരിയാണിയൊക്കെ പോലെ നല്ല ഡ്രൈ ആയിട്ടല്ല കേട്ടോ അതിൻ്റെ റൈസ് ഉണ്ടാവുക. കുറച്ച് ഗ്രേവി ടൈപ്പിൽ ഒന്ന് കുഴഞ്ഞ് കിടക്കുന്ന രീതിയിലാകുമ്പോഴാണ് നമ്മളിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ കഴിക്കാനായിട്ടൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. കാരണം അധികം സ്പൈസിയോ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. ഇതിനും നല്ല ടേസ്റ്റാണ് ഇതിനും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിന്നെ കുറച്ച് ടൈമൊക്കെ ഒന്ന് കിടന്ന് എണീറ്റതിന് ശേഷം ഞങ്ങൾ ഇനി പുറത്ത് പോകാനുള്ള പരിപാടിയിലാണ്. അല്ല ഇനോട് ലിബാമൊന്നും ഇടാൻ പറഞ്ഞു. അവൻ്റെ ചുണ്ടൊന്നാകെ കാറ്റുകൊണ്ട് പൊട്ടിക്കണം. നാട്ടിലായിരുന്നപ്പോഴും ഇവിടെ ഖത്തറിൽ വന്നതിൻ്റെ ശേഷമാണെങ്കിലും ഞാൻ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ മക്കൾക്കാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ കൂടുതലും ഉപയോഗിക്കാറ്. അപ്പോൾ ഇവിടെ ആമസോണിൻ്റെ ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും നാട്ടിൽ നിന്ന് ഫിനൂട്ടൻ വരുമ്പോൾ കുറച്ചധികം സാധനങ്ങൾ കൊണ്ടിരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ മുടി നേരാക്കിക്കണാ റെഡി ആക്കണല്ലേ. ചുണ്ടനാകെ പൊട്ടിട്ട് മറ്റേ ചെറുപ്പം എന്താ എന്റെ മുടി ഉണ്ടാ മറ്റേ ചെറുപ്പം എന്താ കൊണ്ടേ കളഞ്ഞപ്പോ മാത്രം ഇവിടെ വേണം മുടി മാറ്റണ മുടി വന്നിട്ടുണ്ട്. സാധാ ചെരുപ്പ് കാണാറില്ല. ഇപ്പൊ ചെരുപ്പ മുടി വരാൻ അതെവിടെ പോയി എന്റെ പെൺകുട്ടികളെ പോലെ എന്റെ മുടി കെട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ മുടി ഒട്ടടിക്കണ്ടി വിട്ടിത്താനെ നല്ല വൃത്തിയിൽ വരണം. എപ്പോഴും നാട്ടു പബ്ലിയൊക്കെ എപ്പോഴും മുടി വരണണ്ടില്ലേ. എപ്പോഴും വരണാ മതി എനിക്ക്. പെൺകുട്ടിയാണോ ചോദിക്കണ്ടേ ചിലവര്? പെൺകുട്ടിയാണോടാ? ആ നോക്കട്ടാ. ഇടിക്കല്ലേ ഡുണ്ടുമോളാണോ എന്നാണ് സംശയം എല്ലാവർക്കും. ഞാൻ ഓടിക്കൊണ്ടിരുന്നത് ഇരുണ്ടുമോളാണോ? ഏത് മോനാ? കിങ്കി മോൻ, പിങ്കി മോൻ, മങ്കി മോൻ. എല്ലായിടത്തും കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പൻ്റെ ആയിരിക്കും കഴിയാത്തത്. അതിന് ഡെയിലി അങ്ങനെ തന്നെ നമ്മളൊക്കെ ധൃതി കൂട്ടിയിട്ട് ചെങ്ങാരുത് കഴിയൂല. അതിന്റെ കുട്ടി സുന്ദരനാ പക്ഷെ കൊളാക്കിലടാ. കിച്ചോ ഈ കളർ ചേഞ്ച് ഡ്രസ്സാണ് കേട്ടോ ഇവരെ ഇട്ടിക്കണത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വാജി എന്തിനാ അതിനെങ്ങനെ ചൊറിയണത്? ചൊറിയൻ പുഴുക്കൾ ആരെങ്കിലും വീട്ടിലുണ്ട് വെച്ചോട്ടെ. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഇതുപോലത്തെ താഴെയുള്ള മക്കളെ ചൊറിയൻ പുഴുക്കൾ ഉണ്ടെങ്കിൽ പറയോണ്ടിട്ടാ. ഇവിടെ ഒരുത്തന്നെ ഈ ബാക്കിയുള്ള 3 എണ്ണത്തിനെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ മുടി കാട്ടിക്കണൊക്കെ സ്റ്റൈല് തിരിഞ്ഞാടി. അപ്പൊ അനക്കില്ലടി അങ്ങനത്തെ അടക്കി പോണെങ്കിൽ ഞങ്ങളെ ചോദ്യം ചെയ്തങ്ങാണ്ട് നടക്ക്. ഞാൻ ചൂടിട്ടെ വേണ്ടി വെയിറ്റ് ചെയ്തെന്നൊക്കെ വാതില് തുറന്നിട്ട് നല്ല ഭംഗിയുള്ള ക്ലൈമറ്റ്. ആകാശത്ത് നോക്ക് നല്ല ഭംഗി. എന്തോ അടി ഇന്ന് അവിടെ അങ്ങനെ ആ ഭാഗം കാണുന്നിട്ട് ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡേ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി നൈറ്റ് വിശേഷങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണില്ല, കാരണം ഞങ്ങൾ പോകുന്ന വിശേഷങ്ങൾ കുറച്ചധികം പറയാണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളുടെ അടുത്ത വീഡിയോയിൽ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും വെക്കേഷനും ഒക്കെ എങ്ങനെ പോകണമെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങളുടെ നൈറ്റ് വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ.